നമസ്കാരം. പ്രധാന വാർത്തകൾ. വെള്ളാപ്പള്ളി നടേശന് ഇന്ന് കൊച്ചിയിൽ ആദരവ്. ഉദ്ഘാടനം VN വാസവൻ. SNDP യോഗം കൊച്ചി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് ഇന്ന് കൊച്ചിയിൽ ആദരവ് നൽകും. പള്ളുരുത്തിയിൽ SN ഹാളിൽ രാവിലെ 10 നടക്കുന്ന പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മേയർ M അനിൽകുമാർ, ഹൈബി ഈഡൻ MP, MLA മാരായ K ബാബു, KJ മാക്സി, BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും. യുവാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ 1.45 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. ആലുവയിൽ യുവാവ് ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ തന്റെയും പിതാവിന്റെയും പണം നഷ്ടമായെന്നും പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. തട്ടിപ്പിൽ യാഫിസിന് 1.45 ലക്ഷം രൂപ നഷ്ടമായിരുന്നു. അന്വേഷണം റൂറൽ സൈബർ പോലീസിന് കൈമാറി. ഗ്രാഫിക് ഡിസൈനറായ ആഫീസിനെ എടയപ്പുറത്തെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുഴയിൽ ചാടി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വയലപ്ര സ്വദേശി റീമയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കുഞ്ഞിനായി തിരച്ചിൽ തുടരുകയാണ്. ഫയർഫോഴ്സും സ്കൂബ സംഘവും പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. പാലത്തിന് താഴെ ചൂണ്ടയിടാൻ നിന്നിരുന്ന ആളാണ് അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടുന്നത് ആദ്യം കണ്ടത്. ഇയാളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. മഴ പെയ്യുന്നതിനാൽ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുമുണ്ട്. ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു റീമ എന്നാണ് വിവരം. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. അതുപോയി ഞാനും പോകുന്നു. അതുല്യയുടെ മരണത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഭർത്താവ് സതീഷ്. ഷാർജയിൽ മലയാളി യുവതി അതുല്യ ജീവനൊടുക്കിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഭർത്താവ് സതീഷ്. അതുപോയി ഞാനും പോകുന്നു എന്നാണ് അതുല്യയുടെ മരണത്തിന് തൊട്ടു പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒരു ദിവസം മുമ്പ് അതുല്യയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും സതീഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. പിറന്നാൾ ദിവസം ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രവും സതീഷ് പങ്കുവച്ചിട്ടുണ്ട്. അതുല്യയെ ആക്രമിക്കുമ്പോൾ സതീഷിന്റെ കൈ പൊട്ടിയിരുന്നു. ഇക്കാര്യം അതുല്യ സഹോദരി അഖിലയോട് പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിലെ ചിത്രത്തിൽ ഇയാൾ ബാൻഡേജ് ഇട്ടുള്ള ചിത്രമാണ്. അതുല്യയ്ക്കൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ സതീഷ് FBയിൽ പങ്കുവച്ചിട്ടുണ്ട്. പേരാമ്പ്രയിൽ ബസ്സുകൾ തടഞ്ഞ നാട്ടുകാർ, പോലീസുമായി സംഘർഷം. പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് തടയൽ സമരത്തിൽ സംഘർഷം. ബസ് തടയാനെത്തിയ യുവജന സംഘടനകളും പോലീസും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ കസ്റ്റഡിയിലെടുത്തവരെ നാട്ടുകാർ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. സമരം നേരിടാനെത്തിയ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ സമരക്കാർ റീത്ത് വെച്ചു. കുറ്റ്യാടി റൂട്ടിലേക്ക് ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയാൽ തടയുമെന്ന് നാട്ടുകാർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു.